ഹായ് ഓൾ, എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ ഓരോ ക്വസ്റ്റ്യൻ പ്രകാരം. ഇതാണ്, വിഖേ പാട്ടീൽ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ വിഖേ പാട്ടീൽ കമ്മിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് അപ്പോയിന്റ് ചെയ്തത്. അധികം അങ്ങനെ കേട്ട് പരിചയമില്ലാത്തൊരു ടൈം ആയിരിക്കും അല്ലേ. ഓക്കെ, ഓപ്ഷൻ എ 2001, ഓപ്ഷൻ ബി എന്താണ് 2000, ഓപ്ഷൻ സി 1996 ആൻഡ് ഓപ്ഷൻ ഡി 2004 അല്ലേ. അപ്പോൾ എന്താ ആൻസർ വരിക? ഇത് വളരെ നിങ്ങൾ അധികം കേട്ട് അങ്ങ് പരിചയമുള്ളതല്ല. ഓക്കെ, ഓർത്ത് നോക്കുക, 2001 ഓർത്ത് നോക്കുക കേട്ടോ. എന്താണ് 2001 വിഖേ പാട്ടീൽ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ഓർത്ത് നോക്കുക. പിന്നെ അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ടു ബി കൺവീൻഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മളൊരു സംഘം രജിസ്റ്റർ ചെയ്ത് എത്ര ദിവസത്തിനകമായിട്ട് ആദ്യത്തെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർത്തിരിക്കണം എന്നാണ് പറയുക. ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് അല്ലേ, ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. The first general body meeting of a cooperative society has to be convened within എത്ര ദിവസമായിട്ടായിരിക്കണം? ഓപ്ഷൻ എയിൽ പറയുന്നു 120, ഓപ്ഷൻ ബിയിൽ പറയുന്നു 90 ദിവസം, ഓപ്ഷൻ സി പറയുന്നു 180 ആൻഡ് ഓപ്ഷൻ ഡി 60 ഡേയ്സ്. എത്രയായിരിക്കും? എല്ലാവരും ഓർത്ത് നോക്കിയേ. ആദ്യ ജനറൽ ബോഡി 90 ദിവസത്തിനകമായിട്ട് വിളിച്ച് ചേർത്തിരിക്കണം അല്ലേ. ആദ്യത്തെ ജനറൽ ബോഡി 90 ദിവസത്തിന് അകമായിട്ട് വിളിച്ച് ചേർത്തിരിക്കണം എന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ജനറൽ ബോഡി അല്ല, ഫൈനൽ അതോറിറ്റി ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 27 പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫൈനൽ അതോറിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് സെക്ഷൻ 27 പ്രകാരം, ഫൈനൽ അതോറിറ്റി സെക്ഷൻ 27 പ്രകാരം ജനറൽ ബോഡിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. 5 ടൈപ്പ് ജനറൽ ബോഡി ഉണ്ടാക്കുക നമ്മൾ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓർത്ത് നോക്കുക, ആദ്യത്തെ ജനറൽ ബോഡി 90 ദിവസത്തിനകമായിട്ട് നമ്മൾ വിളിച്ചു ചേർത്തിരിക്കണം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ എവറി ഇയർ. ഓപ്ഷൻ എ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ, ഓപ്ഷൻ ബി സെക്കൻഡ് സാറ്റർഡേ ഓഫ് ജൂലൈ, ഓപ്ഷൻ സി November 14, ഓപ്ഷൻ ഡി November 19. ഇപ്പം എന്നാ അർത്ഥം നോക്കുക അല്ലേ. നമ്മൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ, അന്താരാഷ്ട്ര സഹകരണ ദിനം എന്നാണ് നമ്മൾ ആചരിക്കേണ്ടതെന്ന് അല്ലേ. എന്താണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം എന്നാണ്? ഓപ്ഷൻ എ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ, ഓപ്ഷൻ ബി സെക്കൻഡ് സാറ്റർഡേ ഓഫ് ജൂലൈ, ഓപ്ഷൻ സി November 14, November 19. ഇപ്പോൾ November 14 മുതൽ November 20 എന്താണ്? November 14 മുതൽ നമ്മൾ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷനാണ്. എന്താണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ? സഹകരണ വാരാഘോഷമാണ് November 14 മുതൽ അല്ലേ. November 14 മുതൽ 20 വരെ എന്താണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ, സഹകരണ വാരാവകാശം. ഇന്ത്യയിൽ 1954 മുതലാണ് നമ്മൾ വീക്ക് സെലിബ്രേറ്റ് ചെയ്യാനെന്ന് ഓർത്ത് വെച്ചേക്കുക. ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ സഹകരണ വാരം ആഘോഷിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 1954 ഓർത്ത് വെച്ചിരിക്കുക. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല. ഇപ്പോൾ November 14, November 20 അല്ല. ഏത് ദിവസമാണ് അന്താരാഷ്ട്ര സഹകരണ ദിനം എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടുന്നത്? എന്താണ്? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ അല്ലേ. ജൂലൈയിലെ ആദ്യത്തെ സാറ്റർഡേ എന്നാണോ? അപ്പോൾ ഡേറ്റ് അല്ല നോക്കുന്നത്, ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയായിരിക്കും നമ്മൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ, there is a similarity between cooperation and capitalism. നമ്മളിത് കോപ്പറേഷൻ, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം തുടങ്ങിയ ഫോംസിനെ പറ്റി അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, എന്താണ് ഇതിൽ തന്നെ ചില കോമൺ പോയിന്റ്സുകളൊക്കെ ഉണ്ട്. അപ്പം എന്താണ് സിമിലാരിറ്റി ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം? ഒന്നാമത്തെ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരമായിട്ടുള്ള ഹെൽപ്പ്. മ്യൂച്വൽ ഹെൽപ്പ് എന്താണ്? സിമിലാരിറ്റി ആണോ? അല്ല, സിമിലാരിറ്റി അല്ലല്ലോ. കോപ്പറേഷനിൽ നമ്മൾ മ്യൂച്വൽ ഹെൽപ്പാണ്, അവിടെ അങ്ങനൊന്നുമില്ല. ക്യാപിറ്റലിസത്തിൽ സർവീസ് മോട്ടീവ്, കോപ്പറേഷൻ സർവീസ് മോട്ടീവ് ആണെന്ന് പറയാം ഒരു പരിധി വരെ. പക്ഷേ ക്യാപിറ്റലിസമോ പ്രോഫിറ്റ് മോട്ടീവാണ്. ക്യാപിറ്റലിസം പ്രോഫിറ്റ് മോട്ടീവാണ്. ഓക്കെ, ഓപ്ഷൻ സി ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി പറയുന്നു. പിന്നെ ഓപ്ഷൻ ഡി എക്സ്പ്ലോയിറ്റേഷൻ. ക്യാപിറ്റലിസത്തിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, കോപ്പറേഷനിൽ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല അല്ലേ. കോപ്പറേഷനിൽ മ്യൂച്വൽ ഹെൽപ്പ് ഉണ്ട്, സർവീസ് മോട്ടീവാണ്. എക്സ്പ്ലോയിറ്റേഷൻ എന്താണ്? ക്യാപിറ്റലിസ്റ്റിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, കോപ്പറേഷൻ ഇല്ല. ഇവിടെ രണ്ടിനും സിമിലർ ആയിട്ട് ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ശരിയല്ലേ? രണ്ടിലും നമ്മൾ എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. നോക്കിയാൽ മ്യൂച്വൽ ഹെൽപ്പ്, സർവീസ് മോട്ടീവ്, ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പം ഇതിലെ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഇതിലെ കോമൺ ആയിട്ട് വരുന്നത് ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. രണ്ടിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഹോൾഡ് ചെയ്യാമെന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സെക്ഷൻ ഓഫ് KCS ആക്ട് വിച്ച് പ്രൊവൈഡ്സ്
പ്രൊട്ടക്ഷൻ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് അതർ ഇൻട്രസ്റ്റ് ഓഫ് എ മെമ്പർ ഇൻ എ സൊസൈറ്റി ഫ്രം ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ ഇൻ എക്സിക്യൂഷൻ ഓഫ് എ ഡിഗ്രി. അപ്പോൾ എന്താ ഇവിടെ അർത്ഥമാക്കുക? സെക്ഷൻ ഓഫ് KC's ആക്ട് വിച്ച് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് അതർ ഇൻട്രസ്റ്റ് ഓഫ് എ മെമ്പർ ഇൻ എ സൊസൈറ്റി ഫ്രം ദ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ, അറ്റാച്ച്മെൻറ്റ് സെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എക്സിക്യൂഷൻ ഒരു ഡിഗ്രി അറ്റാച്ച്മെൻറ്റ് സെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ലോയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരാളുടെ ഷെയർ ക്യാപിറ്റലും അതർ ഇൻട്രസ്റ്റ്, ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പലിശയല്ല, താല്പര്യമാണ്. ഇപ്പോൾ എന്താണ് ഈ അറ്റാച്ച്മെൻറ്റും സെയിലും ഒക്കെ ഒരു ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അറ്റാച്ച്മെൻറ്റ് സെയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ നിന്ന് ഒരാളുടെ ഷെയർ ക്യാപിറ്റലും അതായത് മറ്റ് താല്പര്യങ്ങളും അല്ലേ, സംഘത്തിലെ താല്പര്യം എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏതാണ്, കാരണം അത് രണ്ടും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ഷെയർ ക്യാപിറ്റലും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തിലുള്ള താല്പര്യം, നമ്മുടെ സംഘത്തിലുള്ള താല്പര്യം അല്ലെ, താല്പര്യം എന്നാണ് പറയുക, ഒരു മെമ്പറിൻ്റെ താല്പര്യങ്ങൾ, പലിശയല്ല താല്പര്യം. അപ്പോൾ ഇവ രണ്ടും അറ്റാച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു സെക്ഷൻ 37, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെക്ഷൻ 38, ഓപ്ഷൻ സിയിൽ പറയുന്നു സെക്ഷൻ 39, ഓപ്ഷൻ ഡിയിൽ പറയുന്നു നൺ ഓഫ് ദ എബോവ്. അപ്പോൾ നമ്മൾ സെക്ഷൻ 37, 38, 39 ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കണം. ഓക്കെ, വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെ വരുന്ന ആൻസർ ഏതാണ്? സെക്ഷൻ 39 ആണ് കേട്ടോ. ഓക്കെ, എന്താണ് സെക്ഷൻ 39. ഓക്കെ, സെക്ഷൻ 39 ആണ്. എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് സേഫ്റ്റി അല്ലേ, നമ്മളെ എന്താ പറയുക, കറക്റ്റായിട്ട് പറയുന്നത് പ്രൊട്ടക്ഷൻ നൽകുക, അത് രണ്ടും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 39 ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമ്മൾ അന്നത്തെ 5 ക്വസ്റ്റ്യൻ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത ഒരു 5 ക്വസ്റ്റ്യനുമായിട്ട് എല്ലാവരെയും കാണാം. പ്രോപ്പറായിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതെന്താണ്, കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഇത്ര സിമ്പിളാണ് അല്ലേ, പക്ഷേ അതിൻ്റെ അർത്ഥം ഈ പരീക്ഷയ്ക്ക് എത്ര സിമ്പിളാകണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. നമ്മുടെ ഡ്യൂട്ടി എന്താണ്, പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയാൻ നമ്മൾ മാക്സിമം നമ്മൾ നന്നായിട്ട് പഠിക്കുക. കാരണം ഒരു രീതിയിലും നമുക്കവിടെ അലംഭാവം ഉണ്ടാകാൻ പാടില്ല. വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കും. ഞാൻ വീണ്ടും പറയുന്നത് കാണാപ്പാടും പറ്റില്ല. കാരണം ഇനി വരുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ JCയുടെ വരുന്ന ക്വസ്റ്റ്യൻസ് ചില പ്രാക്ടിക്കൽ ലെവൽ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളിതിൻ്റെ തിയറി എന്താണ് പറയുക, അതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം, ബൈ കോഡുകളിൽ കൂടെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ നമുക്ക് പഠിക്കാം അല്ലേ. ചില കാര്യങ്ങൾ നമ്മളെ തന്നെ സങ്കല്പിക്കുക. ഓക്കെ, നമ്മൾ പറയാറുണ്ട്, നമ്മളിപ്പം എന്താണ് ഒരു ആക്ട് ആൻഡ് റൂൾ പഠിക്കുമ്പം ആദ്യം നമ്മളെല്ലാവരും തന്നെ എന്ന മെമ്പേഴ്സാണ്, നമ്മളെല്ലാവരും ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ KC's ആക്ട് ആൻഡ് റൂളിലെ കാണുക. സെക്ഷൻ 7 മുതൽ നമ്മൾ രജിസ്ട്രാറാണ്. നമ്മൾ രജിസ്ട്രാർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ഒരു സംഘം രജിസ്റ്റർ ചെയ്തുള്ള അപേക്ഷ കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു സംഘം എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടി അല്ലേ, കുഞ്ഞു കുട്ടി മുതൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയാണ് ഒരു സംഘത്തെ നമ്മൾ ആ രീതിയിൽ സങ്കല്പിച്ച് വേണം പഠിക്കാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിച്ച് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും നമ്മൾ മറന്നു പോവുകയില്ല. കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാനും പറ്റുകയും ചെയ്യും. ഇപ്പം നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഹാർഡ് വർക്ക് വേണം. എന്നാൽ ഹാർഡ് വർക്ക് മാത്രമല്ല വേണ്ടത്, അവിടെ നമുക്ക് സ്മാർട്ട് വർക്ക് കൂടെ വേണം. നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കും വേണം, അതിനൊപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മാർട്ട് വർക്ക് കൂടെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുക, കാര്യങ്ങൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി ഷോർട്ട് നോട്ട് ചെയ്ത് എഴുതി വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു 5 ക്വസ്റ്റ്യനുമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.